മരിക്കുന്ന നേരത്ത് നിന്റെതെല്ലാം ഉണരും. മരിക്കുമ്പോൾ ഉണരാത്ത ഒരാളുണ്ടാവില്ല. പക്ഷെ അപ്പോൾ ഉണർന്നിട്ട് എന്ത് കാര്യം? ഇതൊക്കെ നീ മനസ്സിലാക്കും. ആ സമയത്ത് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അതിപ്പോൾ മനസ്സിലാക്കണം. മതം എന്തിനാ വന്നത്? മതം മനുഷ്യനെ മനുഷ്യനാക്കാനാണ് വന്നത്. അതാണ് മനുഷ്യന്റെ ഉത്പത്തരവും. അതാണ് മതത്തിന്റെ. അതില്ലെങ്കിൽ മതം എന്തിന്? അറഫാ ദിവസത്തിന്റെ പകലിൽ ഇബ്ലീസ് നിരാശ ബാധിച്ചതുപോലെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പുണ്യ റസൂൽ. എന്താ നിന്റെ കർമ്മം? നിന്റെ തറ പ്രാർത്ഥനയാണ്, ദുആ. അല്ലാണ്ട് നിനക്കെന്ന് അവിടെ പണി? ഒരു പണിയെടുക്കണ്ട. ദുആർക്കെന്നെ പൊട്ടി ദുആ ചെയ്യാം. ദുആ എന്ന് പറഞ്ഞാൽ നീയും നിന്റെ റബ്ബും തമ്മിലുള്ള ബന്ധമാണ്. അത് കൂട്ടമായി ദുആക്കുമ്പോൾ സന്തോഷം. ആ കൂട്ടത്തിൽ നിന്ന് നോക്കണ്ട. നീ കരയണം. അവിടെ ഓലാരും കരയില്ല. ഈ നോക്കണ്ട. നിസ്കാരം പാങ്കും അടിസ്ഥാന കാര്യമല്ല ഇസ്ലാമിൽ. തിരിഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ അടിസ്ഥാന കാര്യമല്ല എന്ത്? നിസ്കാരം അടിസ്ഥാന കാര്യമല്ല, ശാഖാപരമായ കാര്യമാണ്. നിസ്കാരമായാലും പള്ളി ആയാലും ബാങ്കായാലും ഇതൊക്കെ അടിസ്ഥാന കാര്യമേ അല്ല. അതൊക്കെ ഫുറൂഇയായ ശാഖാപരമായ കാര്യമാണ്. ഉസ്മാൻ ദുന്നൂറൈനി വസ്സൻവു ഖദ് അതാ അലിയുൻ ബിസ്സിബ്തൈനി കല്ലൈതി മുശ്രിഫാ വം ത്വൽഹാത്തു സഅദു വസ്സുബൈറു സഈദുഹും വനജ്ലു ലിഅഫിൻ ثم عامر من وفى فيا قبر جمع الكافرين جميعهم قد أرليتم المولى بنصرات مصطفى بكسريكم الأصنام جبروا قلوبنا وشدتم منار الحق أعلى وأشرفا يا الله يا رحمن يا حي واهبي أقم بي يا أركان لدينك ذا اقتفا رجي ورب البيت منك تداركا لقرني وأرجو الدهر منك تعطفا رجائي كبير واسع دون فضله يا رب فضلا منك لطفا تلطفا فإلا راحة للعبد في غير نيله مطالب وافت بحر جود منيفا بجاه رسول الله حقق رجاءنا فنقفو لهم ما آثار صدق ونقتفى وجاههم عند الإله وجاه من أتى بعدهم في قفو آثار مقتفى عليه صلاة ربه حق قدره وآل وصحاب ومن قد تحنفا. എവിടുന്നാ എടുക്കാനുള്ളത് കൃത്യമായി എന്ന് പറഞ്ഞാൽ ഗുഹയിൽ വെച്ച് കത് അത്തത്തുഹു അവിടുത്തെ അടുത്തേക്ക് വന്നില്ലേ റിസാലത്തുൻ, അള്ളാഹുവിൻ്റെ റിസാലത്ത്, റസൂലാണെന്ന അറിയിപ്പ്, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള ആ റിസാലത്ത് വന്നില്ലേ? നിങ്ങൾക്കത് അറിയൂലേ? മഹ്മാ ജാഅഹു, എപ്പോൾ അവിടത്തേക്ക് ആ സന്ദേശം എത്തിയോ അപ്പോഴെല്ലാം മുതഅക്കിഫൻ, അള്ളാഹുവിന് വിനയം കാണിച്ച അടിമയായി നിൽക്കുകയാണ് ചെയ്തത്. പുണ്യ റസൂലിൻ്റെ ഏറ്റവും വലിയ പുണ്യ റസൂല് എന്ന് പറഞ്ഞ എന്താ? റസൂൽ വിനയത്തിൻ്റെ അവസാനമാണ് മുഹമ്മദ്. ഇസ്ലാം എന്നാൽ എന്താണ്? വിനയത്തിൻ്റെ തത്വശാസ്ത്രമാണ്. വിനയത്തിൻ്റെ തത്വശാസ്ത്രമാണ്. മുതഅക്കിഫാണ്. മുതഅക്കിഫ്, വിനയാന്വിതനായി അള്ളാഹുവിന് വേണ്ടി ഭജനമിരിക്കലാണ് തഅക്കുഫ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു സൃഷ്ടിജാലങ്ങളുടെ ഉടമക്കാരനാണ്. അപ്പോൾ സൃഷ്ടിജാലങ്ങളെല്ലാം ഈ ഇരിക്കുന്നവൻ്റെ സഹോദരങ്ങളാണ്. അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഒരുങ്ങിയാൽ ഈ പ്രപഞ്ചം മുഴുവനും ഇയാളുടേതാണ്. പ്രപഞ്ചത്തിൻ്റെ സ്വന്തമാണ് അയാൾക്കോ സ്വന്തമാണ് പ്രപഞ്ചം. ഇതൊക്കെ അന്വർത്ഥമാക്കുന്ന ഒരാശയമാണ് മുതഅക്കിഫ് എന്ന ആശയത്തിലുള്ളത്. ഇസ്ലാം എന്നാൽ വിനയമാണ്. വിനയം. ആദ്യത്തെ ഖലീഫ ആരാ? ഏറ്റവും വലിയ വിനയാന്വിതൻ.
ചരിത്രം കണ്ട ഏറ്റവും വലിയ വിനയാന്യതനാണ് അബൂബക്കർ. അബൂബക്കർ ധീരനല്ലേ ആദ്യം, പക്ഷെ ധീരത കൊണ്ടല്ല അബൂബക്കർ അറിയപ്പെട്ടത്, സാധുത്വം കൊണ്ടാണ്. ധീരനല്ലേ, 100% ധീരനാണ്. പക്ഷെ അബൂബക്കർ അറിയപ്പെട്ടത് ചരിത്രത്തിൽ അബൂബക്കറിൻ്റെ പ്രത്യേകത എന്താ? റളിയല്ലാഹു അൻഹു, അവിടുത്തെ പ്രത്യേകത അവിടുന്ന് വല്ലാത്തൊരു വിനയത്തിൻ്റെ ആൾരൂപമാണ്. അതാണ് മുഹമ്മദിയത്തിൻ്റെ ഫോട്ടോ കോപ്പി. എല്ലാം ഇല്ല, ദീനിൽ എല്ലാം ഉണ്ട്. ധീരത കാണിക്കേണ്ടടുത്ത് ധീരത കാണിക്കണം. ഒരിക്കലും എതിർക്കുകയല്ല, നിർവാഹമില്ലാത്ത ആളോട് എതിർക്കുകയും വേണം. അതൊക്കെ വേണം, അതെല്ലാം വേണം. അതെല്ലാം അമ്പിയാവും ചെയ്തതാണ്. ആയുധം കൊണ്ട് മാത്രമേ ചില ദുശക്തികളെ നേരിടാൻ കഴിയൂ. അവരായുധം കൊണ്ടും നേടേണ്ടി വരും. അതും ആ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആരാണത്? അതെന്ത് പ്രത്യയശാസ്ത്രം അങ്ങനെയാണ്. മുന്നിലിരിക്കുന്നത് തൻ്റെ ഗുരുവായ ദ്രോണാചാര്യർ, ബാക്കി കുടുംബം. ആരൊക്കെയാണ് തൊട്ട് മുന്നിൽ? അവർക്ക് മുന്നിൽ വില്ല് കുലക്കാൻ മടി കാണിച്ചു നിൽക്കുന്ന അർജുനനോട് പറഞ്ഞതാണ് സത്യത്തിൽ ഗീതോപദേശം. അത് യുദ്ധോപദേശമാണ്. മടിക്കരുത്, യുദ്ധം ചെയ്തേ മതിയാകും. അപ്പം യുദ്ധം എന്നതല്ല ഒരു മതത്തിൻ്റെ അടിത്തറ. അതേസമയത്ത് യുദ്ധം ചെയ്യേണ്ടി വരുന്നതിന് മതമെതിരല്ല. എന്തുകൊണ്ട്? ആയുധം കൊണ്ടല്ലാതെ ചില ദുശക്തികളെ നേരിടാൻ കഴിയൂല. അപ്പം ആയുധം കൊണ്ട് നേരിടും. എന്തിനാണ് അവർ ആയുധം കൊണ്ട് നേരിടുന്നത്? ആ ആയുധം കൊണ്ട് നേരിടുന്നത് കൊണ്ട് അവരെ കൊല്ലലുമല്ല ഉദ്ദേശം, പലപ്പോഴും ഭയപ്പെടുത്തലാണ്. ലോക ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ആളുകൾ മരിച്ച യുദ്ധം മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ യുദ്ധമാണ്. മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ യുദ്ധം പോലെ ആൾ കുറഞ്ഞ മരിച്ച ഒരു യുദ്ധം ചരിത്രത്തിലേ ഇല്ല. 53-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെയാണ് യുദ്ധകാണ്ഡം. ഈ 10 വർഷത്തിനുള്ളിൽ 2 പക്ഷത്തു നിന്നും മരിച്ചത് 1000-ൽ താഴെ ആളുകളാണ്. ഇതാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1000-ൽ താഴെ ആളുകളെ. പക്ഷേ യുദ്ധം അനിവാര്യമായാൽ യുദ്ധം ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട്? അതോടുകൂടെ ദുശക്തികൾ ഒതുങ്ങി, പിന്നെ സാധുക്കൾക്ക് ജീവിക്കാൻ കഴിയും. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. അകക്കാമ്പുള്ളവരെ, ബുദ്ധിയുള്ളവരെ, പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. പ്രതിക്രിയ കുരുങ്ങിയാൽ ഒരാൾ നിന്നെ വന്ന് പുറത്തടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെണ്ടയായി കൊടുക്കേണ്ടി വരുന്നു. ഒരു ദിവസം കണ്ണുരുട്ടി ഒരൊറ്റ കയ്യൊന്നങ്ങനെ നിർത്തിയാൽ മതി, പിന്നെ അടിക്കൂല. ചിലപ്പോൾ അടിക്കേണ്ടിയും വരില്ല. ഇവൻ പ്രതികരിക്കുമെന്ന് കണ്ടാൽ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിലോ നീ ചെണ്ടയെ കൊടുക്കേണ്ടി വരും. അതാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. സാധുക്കൾക്ക് ഇവിടെ ജീവിക്കണം. മനസ്സിലോണ്ട് പറയാൻ ചില അനിവാര്യമായ ഘട്ടത്തിൽ അനിവാര്യമാണ്. അതേസമയം മനസ്സിലാക്കണം. അതേസമയം അത് മനുഷ്യൻ്റെ യുദ്ധം എന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നശിപ്പിക്കാനുള്ളതല്ല. ആധുനിക യുദ്ധങ്ങളല്ല. ആധുനിക യുദ്ധങ്ങൾ സത്യത്തിനെതിരാണ്. ബർട്രാൻഡ് റസ്സലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഓതോ നോം ചോംസ്കിയോ എന്നറിയൂല. നോം ചോംസ്കിയും അത് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. യുദ്ധം ജനിക്കുമ്പോൾ ആദ്യം സത്യം മരിക്കും. യുദ്ധം ജനിക്കുമ്പോൾ സത്യം മരിക്കും. ഇതാണ് ആധുനിക യുദ്ധങ്ങൾ. എപ്പോഴെല്ലാം യുദ്ധം ജനിക്കുന്നുവോ അതേ സന്ദർഭത്തിൽ സത്യം മരിച്ചിരിക്കും. നോം ചോംസ്കിയാന്ന് പറഞ്ഞെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരു ധരണി അദ്ദേഹത്തിൻ്റെതായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ആധുനിക. അതല്ല ഈ പറയുന്നത്. അനിവാര്യമായ ഘട്ടത്തിൽ അങ്ങനെ വേണ്ടി വന്നേക്കാം. പക്ഷേ മതത്തിൻ്റെ മുഖമുദ്ര അതല്ല. എന്താണ് മതത്തിൻ്റെ മുഖമുദ്ര? മതത്തിൻ്റെ മുഖമുദ്ര സൃഷ്ടിജാലങ്ങൾക്ക് അഖിലവും ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ മുത്തഅക്കിഫൻ എന്ന ആഴത്തിൻ്റെ വാതിൽ തുറക്കുക. പുണ്യ റസൂൽ മുസ്തഫ എന്ന് പറഞ്ഞാൽ എന്താണ് മുഹമ്മദ്? അത് വിനയാണ്. എന്താ ഇബ്രാഹിം? അത് വിനയാണ്. എന്താ മൂസ? അത് വിനയാണ്. എന്താ ഈസ? അത് വിനയാണ്. എന്താ നൂഹ്? അത് വിനയാണ്. എന്താണ് ആദം? അത് വിനയാണ്. അവരൊക്കെ വിനയത്തിൻ്റെ ആൾരൂപങ്ങൾ മാത്രമായിരുന്നു. എല്ലാം മനസ്സിലാവില്ല. വളരെ വളരെ ഗൗരവമായി ചിന്തിക്കണം.
അവർ മാനവരാശിക്ക് വേണ്ടി നിലകൊണ്ടവരാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ സ്വീകരിക്കേണ്ട ആശയങ്ങളെക്കുറിച്ച് അവൻ സ്വതന്ത്രനാണ്. തെറ്റായ ആശയം സ്വീകരിക്കാൻ പോലും അവൻ സ്വതന്ത്രനാണ്. മറ്റുള്ളവർക്ക് എന്താണ് ഉത്തരവാദിത്തമുണ്ട്, അത് ശരിയല്ലോട്ടോ എന്ന് സ്നേഹമസൃണമായി പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് സമൂഹത്തിന് അപകടമുണ്ടാകുമ്പോൾ അവനെ ബോധ്യപ്പെടുത്തുക. എത്ര ബോധ്യപ്പെടുത്തി മുട്ടാളനാവുകയാണെങ്കിൽ അവനെ അതിന് കൈകൊണ്ട് തടയുക. മറ്റുള്ളവർക്ക് അവനെ കൊണ്ട് അവൻ്റെ ഈ ആശയം സ്വീകരിച്ച് അവൻ നശീകരണ പ്രവർത്തനത്തിന് ഒരുങ്ങുകയാണെങ്കിൽ പറഞ്ഞു കൊടുത്ത് എന്നിട്ടും സഹിക്കണില്ലെങ്കിൽ അവനെ ഒതുക്കേണ്ടി വരും. ഒരു ആശയം സ്വീകരിക്കുന്നു എന്ന വിഷയത്തിൽ മനുഷ്യൻ സ്വതന്ത്രനാണ്. മനസ്സിലാവുകൊണ്ട് പറഞ്ഞു, ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ മനുഷ്യനെ നമ്മൾ വായിക്കുന്നിടത്ത് മുഴുവൻ ഈ മനുഷ്യൻ ഒരു ക്രൂരനാണെങ്കിൽ എങ്ങനെ ഈ മനുഷ്യൻ മുഹമ്മദാവും? എന്താ മുഹമ്മദ് എന്ന വാക്കിൻ്റെ അർത്ഥം? പ്രശംസിക്കപ്പെടേണ്ടവൻ. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് ഇത് നിങ്ങൾ ചിന്തിക്കണം. ഇസ്ലാമിൻ്റെ ഒരു പുതുവായനയാണ് ഈ ക്ലാസ്. ഒരു വായന പുതിയതായി നമ്മൾ വായിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ്? അള്ളാഹുവിൻ്റെ റസൂല് ഹിന്ദുവിനും മുസ്ലിം ക്രിസ്ത്യാനിക്കും ഒക്കെ സ്വന്തം ബന്ധുവാണെന്ന് പരിചയപ്പെടുത്താത്ത കാലത്തോളം നമ്മുടെ പ്രബോധനങ്ങൾ ശരിയായ ദിശയിലല്ല. എന്തുകൊണ്ട് ഈ ആളെ ഖുർആൻ എന്താ പരിചയപ്പെടുത്തിയത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവർക്കും കാരുണ്യം. അപ്പോൾ ഇവിടെ പ്രബോധകന്മാർക്ക് വലിയ ഒരു തെറ്റ് സംഭവിച്ചു. എന്താണ് തെറ്റ്? ഞങ്ങളുടെ സ്വന്തം എന്ന് മനസ്സിലാക്കി. അല്ല, ഞങ്ങളുടെ സ്വന്തമല്ല. വസുദൈവ കുടുംബകം എന്നതാണ് ഹൈന്ദവതയുടെ അടിത്തറ. വസുദൈവ കുടുംബകം. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ കുടുംബമാണ്. ദൈവമല്ലാത്തവർക്ക് മനസ്സിലായില്ലേ? വസുദൈവ കുടുംബകം. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ കുടുംബമാണ്. ഇതേ അർത്ഥത്തിലല്ലേ എന്ത് പറഞ്ഞത്? ആ ദൈവത്തിൻ്റെ കുടുംബത്തിന് മുഴുവൻ അനുഗ്രഹമായി വന്ന ആളാണ് ആര്? മുഹമ്മദ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നമ്മുടേത് സ്വന്തം എന്ന് എവിടെ നാം വിചാരിച്ചോ അവിടെ നമുക്ക് പഴിച്ചു. നമ്മുടെ സ്വന്തമല്ല. ആ സത്യാശയം സ്വീകരിച്ചത് പൂർണ്ണമായി നമ്മളാണ്. ശരി ആണെങ്കിൽ ആണോ ഇല്ല എന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല. നമ്മൾ നടുക്കാണ്. നമ്മൾ സ്വീകരിച്ചു. നമ്മൾ നിസ്കരിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ നടിക്കാണ്. നമ്മൾ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് കൊണ്ട് നമ്മൾ നടിക്കാണ്. നമ്മൾ മുഹമ്മദ് നബിയെ ഉൾക്കൊണ്ടു. എന്തുൾക്കൊണ്ടു? അതൊക്കെ ഫുറൂഇയായ കാര്യം, ശാഖാപരമായ കാര്യമാണ്. നിസ്കാരം ബാങ്കും അടിസ്ഥാന കാര്യമല്ല ഇസ്ലാമിൽ. തിരിഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ അടിസ്ഥാന കാര്യമല്ല എന്ത്? നിസ്കാരം അടിസ്ഥാന കാര്യമല്ല, ശാഖാപരമായ കാര്യമാണ്. നിസ്കാരമായാലും പള്ളി ആയാലും ബാങ്കായാലും ഇതൊക്കെ അടിസ്ഥാന കാര്യമേ അല്ല. അതൊക്കെ ഫുറൂഇയായ ശാഖാപരമായ കാര്യമാണ്. അടിസ്ഥാനപരമായ കാര്യം എന്താ? ഈ അടിസ്ഥാനപരമായ കാര്യം അള്ളാഹു ഏകനാണ്. ആ ഏകനായ പടച്ചതമ്പുരാൻ്റെ സൃഷ്ടികളാണ് ഇതൊക്കെ. എല്ലാം റബ്ബുൽ ആലമീനാണ് അള്ളാഹു. ഖുർആൻ ആദ്യം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി അവൻ സർവ്വലോകങ്ങളെയും രക്ഷിക്കുന്നവനാണെന്നാണ്. അപ്പോൾ അതന്നെയായിരിക്കണം എൻ്റെ മനസ്സിലുള്ളത്. സർവ്വലോകവും രക്ഷപ്പെടണം. അപ്പോൾ ഈ ആരെ കുടുംബമായി? അള്ളാഹിൻ്റെ കുടുംബമായി. അതിൽ ഏതെങ്കിലും ഒരു ലോകം നശിക്കണമെന്ന് നീ ആഗ്രഹിച്ചാൽ അള്ളാഹിൻ്റെ കുടുംബമല്ല. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഖുറൈശികളിലെ മുട്ടാളന്മാരായ തമ്മാടിക്കൂട്ടങ്ങൾ ഒന്നിനും സമ്മതിക്കാത്തൊരു വിഭാഗം അവരുടെ ഡെഡ് ബോഡി മറവ് ചെയ്തതിന് ശേഷം അതിൻ്റെ പരിസരത്ത് മുഹമ്മദ് മുസ്തഫ പറയുന്ന ഒരു വാക്ക്, അതൊരു വാക്കാണ്. എന്താ പറഞ്ഞത്? ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖ. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇതെത്ര ഞാൻ പറഞ്ഞതാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്. അതായത് മനുഷ്യന് അവസാന ശ്വാസത്തിലെങ്കിലും സത്യം മനസ്സിലാവും. അവിടെ അവൻ്റെ അഹങ്കാരം മുട്ടിയും.
അതാണ് ഇതിൻ്റെ ഉള്ളർത്ഥം. ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ, റബ്ബ് പറഞ്ഞത് സത്യമാണ്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? അതാണ് ഇതിൻ്റെ അർത്ഥം. ബോധ്യപ്പെടും, മനുഷ്യന് ബോധ്യപ്പെടുന്ന സമയമാണ്, ബോധ്യപ്പെടും. ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ. ഇവിടെ മനുഷ്യന്റെ അഹങ്കാരം ഇനി സമ്മതിക്കൂല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? നിങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി എത്ര ഞാൻ നിങ്ങളെ കാല് പിടിച്ചു എന്നർത്ഥം. ഒരിക്കലും ഇല്ല, ഒരിക്കലും. മനുഷ്യൻ അവസാന ശ്വാസത്തിലെല്ലാം മനസ്സിലാവും. മനുഷ്യൻ ഒരു അത്ഭുതമാണ്. പക്ഷെ അതിനു മുമ്പ് അത് ഇപ്പോൾ നിനക്ക് മനസ്സിലാവണം. അതിപ്പോൾ നിനക്ക് മനസ്സിലാവുക എന്നതാണ് നിന്റെ മനുഷ്യത്വം. മരണത്തിൽ മനുഷ്യനെല്ലാം മനസ്സിലാവും, 100% മനസ്സിലാവും. അതിന് ഞാൻ 1000 തെളിവ് പറയും. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ. മനസ്സിലായില്ലേ പറഞ്ഞു? നീ ഇപ്പോൾ ജയിലിലാണ്, നീ അസ്വാതന്ത്ര്യനാണ്. അതായത് സ്വാതന്ത്ര്യമില്ലാത്തവൻ. അന്നാസുനിയാം ഇദാ മാതു ഇൻതബഹു. എന്താർത്ഥം? അന്നാസുനിയാം, മനുഷ്യ സമൂഹം ഒന്നടങ്ങ് ഉറങ്ങുകയാണ്. ഇദാ മാതു ഇൻതബഹു, മരിക്കുമ്പോൾ അവരുണരുന്നു. ഇനി ഇതിനപ്പുറം എന്തെങ്കിലും കൊണ്ട്? അന്നാസുനിയാം, മനുഷ്യർ മുഴുവനും ഉറങ്ങുക, എല്ലാവരും ഉറങ്ങുക. ഇദാ മാതു ഇൻതബഹു, മരിക്കുമ്പോൾ അവരുണരുന്നു. ഇത് മുഹമ്മദ് മുസ്തഫാന്റെ വാക്ക്. എന്തെങ്കിലും കേൾക്കണ്ട്? ഒഫലത്ത്, അശ്രദ്ധ, ഉറക്കം. ഒഫലത്തൊന്നുമല്ല, ഉറക്കം. എന്താണ് നടക്കുന്നതെന്ന് അതിൻ്റെ യാഥാർത്ഥ്യം കാണാനോ ഉൾക്കൊള്ളാനോ അറിയാത്ത അവസ്ഥക്കാണല്ലോ എന്ത് പറയാ? ഉറക്കം. അപ്പം മരിക്കുന്ന നേരത്ത് നിന്റെതെല്ലാം ഉണരും. മരിക്കുമ്പോൾ ഉണരാത്ത ഒരാളുണ്ടാവില്ല. പക്ഷെ അപ്പോൾ ഉണർന്നിട്ട് എന്ത് കാര്യം? ഇതൊക്കെ നീ മനസ്സിലാക്കും. ആ സമയത്ത് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അതിപ്പോൾ മനസ്സിലാക്കണം. മതം എന്തിനാ വന്നത്? മതം മനുഷ്യനെ മനുഷ്യനാക്കാനാ വന്നത്. അതാണ് മനുഷ്യന്റെ വലുപ്പത്തരവും. അതാണ് മതത്തിന്റെ. അതില്ലെങ്കിൽ മതം എന്തിന്? മനുഷ്യൻ ഭൗമമണ്ഡലത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള പലതരം ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ മനുഷ്യനെ മൃഗമാക്കി മാറ്റും, അധമ വികാര ജീവിയാക്കി മാറ്റും. ആ മനുഷ്യനെ മനുഷ്യനാക്കുക എന്നതാണ് മതത്തിൻ്റെ ധർമ്മം. അത്രയേ ഉള്ളൂ. അതാ മതത്തിൻ്റെ. മനുഷ്യനെ മനുഷ്യനാക്കുക. അപ്പോൾ ആ അധമവികാരങ്ങൾ ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് നിന്നെ കൊണ്ടുവരിക. ഇസ്ലാമിലെ 5ാമത്തെ കർമ്മമാണല്ലോ ഹജ്ജ്. പൂർണ്ണതയുടെ ഒരു കർമ്മമാണല്ലോ ഹജ്ജ്. ആണല്ലോ എന്ത്? ഹജ്ജ്. ആയുസ്സിൽ ഒരിക്കൽ ചെയ്യേണ്ടതേ ബാധ്യതയുള്ളൂ. ഒരാൾ ശരിയായ ഹജ്ജ് ചെയ്താൽ എവിടെത്തും? 0 പോയിന്റിലെത്തും. അതാണ് പൂർണ്ണത. റജ, ഒരു മനുഷ്യൻ ശരിയായ ഹജ്ജാണോ നിർവഹിച്ചെങ്കിൽ റജ, അവൻ തിരിച്ചു വരുന്നു. കവലദത്തുഹുമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച സന്ദർഭം പോലെ. കയോമ വലദത്തുഹുമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ആ ദിവസത്തെ ആദ്യ സെക്കൻഡ് പോലെ. അങ്ങനെയൊക്കെ അർത്ഥമാക്കാം. അപ്പോൾ നിന്റെ ഹാർഡ് ഡിസ്കിൽ എന്താ ഉള്ളത്? നില്ല് അല്ലേ? അതെല്ലാം ഫോർമാറ്റ് ചെയ്യപ്പെട്ടു. നില്ല് ഒന്നുമില്ല. ചതിയില്ല, വഞ്ചനല്ല, ഒന്നും നിനക്കില്ല. റജ, അവൻ തിരിച്ചു വരണം. ഹജ്ജ് ചെയ്തോ തിരിച്ചു വരുന്നല്ല, തിരിച്ചു വരാനായാൽ അതാണ് ഹജ്ജ്. ഇല്ലെങ്കിൽ അത് ഹജ്ജല്ല, ഹജ്ജിന്റെ കർമ്മാണ്. ഹജ്ജിന്റെ കർമ്മം കൊണ്ട് ഹജ്ജ് കിട്ടൂല.
എൻ്റെ ഭാര്യ ഈ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ക്ലാസ്സിനും പോകാൻ സമ്മതിച്ചിട്ടില്ല. ഹജ്ജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയ പലതും ഇവിടെ നടക്കണ്ടല്ലോ. ഞാൻ സമ്മതിച്ചിട്ടേ ഇല്ല, സമ്മതിക്കൂല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരെന്നോട് പറയും, അവർ നാട്ടിലെ സ്ത്രീയും കൂടി ഹജ്ജിന് പോവാണ്, കിട്ടി സർക്കാരിൽ കിട്ടി, സർക്കാർ തന്നെ പോവാണ്. അപ്പോൾ അവരെന്നോട് പറയും ഹജ്ജിനെ പറ്റി ഒന്നും കിട്ടിയിട്ടില്ല വിവരം. അപ്പോൾ ഞാൻ പറയും ഈ പേടിക്കണ്ട, ഒരു വിവരമില്ലായ്മയാണ് ഹജ്ജ്. വിവരം വേണ്ട സ്ഥലം വേറുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. മറ്റതോ മറ്റൊന്നുമില്ല. അത് ഈ പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അറഫയ്ക്ക് പോകണമെന്ന് ഈ അറഫയിൽ പോവാം. അറഫയിൽ എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് ചെയ്യാം. അറഫയിൽ എന്താ ചെയ്യാനുള്ളത്? അറഫയിൽ നിൽക്കാറും എന്താ കടന്നാൽ എന്താ ഇരുന്നാൽ അതൊക്കെ ഒരു വർത്താനേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. ഏറാൻ കിട്ടാറും കേട്ടില്ല, അതൊക്കെ ഒരു വർത്താനേ ഉള്ളൂ. അതൊന്നും ഒന്നുമല്ല. ഞാൻ ഹജ്ജ് ചെയ്യുന്നു, ഞാൻ എൻ്റെ മേൽ ബാധ്യതയെ ഹജ്ജ് ചെയ്യുന്നു, നീ എത്തി, അതെന്നെ ഏറാൻ കേട്ടില്ല. അതിനെ അത് കഴിഞ്ഞു. നീ അറഫയിൽ പോയി 9 അങ്ങ് ളുഹറോട് കൂടെ നീ അറഫയിൽ പ്രവേശിച്ചു, മഗ്‌രിബ് വരെ അവിടെ നിൽക്കുന്നു, അനക്കൊരു പണിയുമില്ല. എന്ത് പണിയുള്ളത്? എന്താണ് അറഫയിലെ പണി? അറഫയിൽ എന്ത് പണിയാ? അറഫയിൽ ഒറ്റ പണിയുള്ളൂ. അറഫയിൽ യാസീൻ ഓതണ്ട, ഫാത്തിഹ ഓതണ്ട. ഇവിടെ ഓതിയ ഫാത്തിഹൻ്റെ ഫലം എടുക്കാൻ അങ്ങോട്ട് പോണത്. അറഫയിൽ ഉച്ച മുതൽ വൈകുന്നേരം വരെ എനിക്കുള്ള പണി ദുആ ഇറക്കുക എന്നുള്ളതാണ്. അവിടെ ഇന്നത്തെ മേബാന്നാണ് ഉത്തരവാണ്. അവിടെ തജ്വീദ് നോക്കി ഖുർആൻ ഓതാൻ പോകല്ലേ അങ്ങായി. ഇതുവരെ ഓതിയില്ലേ? നീ ഓതിയില്ല എന്നൊക്കെ, ഓതിയിട്ടില്ല, അതിന് ഓതുന്നു. ആരെന്നോട് പതിച്ച് ഓതാൻ പറഞ്ഞു. എന്ത് ദീൻ, എന്താ അറഫയിൽ അടിമയാക്കുക. അറഫയിൽ പണി എത്രയേ ഉള്ളൂ? അറഫയിൽ എന്ത് പണിയുള്ളത്? ഞാൻ നിൻ്റെ അടിമയാണ്. അടിമയല്ലാതെയും ജീവിച്ചു. ഞാൻ അടിമയാണെന്ന് ഞാൻ മറന്നുപോയി ജീവിച്ചു. ഇന്ന് ഞാൻ നിൻ്റെ മുന്നിൽ അടിമയായി വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് മരണം വരെ അടിമയാകണം. നീ എന്നെ അടിമയായി സ്വീകരിക്കണം. കഴിഞ്ഞടോ. അല്ലാതെ എന്തടോ അറഫയിൽ എന്താണുള്ളത്? അപ്പോൾ നീ നിൻ്റെ അൽ ഹജ്ജ് അറഫ, അപ്പോൾ അറഫ്ത നഫ്സക, നീ നിന്നെ അറിഞ്ഞു. അബ്ദിയതക, നീ അടിമയാന്ന് മനസ്സിലാക്കി. അപ്പോൾ റബ്ബ് ചിരിക്കും. അത്ര എനിക്ക് ആവശ്യമുണ്ടെന്നുള്ളൂ. ഖലാസ്. അപ്പോൾ ഇബ്ലീസ് ചെറുതാവും. അറഫാ ദിവസത്തിൻ്റെ പകലിൽ ഇബ്ലീസിന് നിരാശ ബാധിച്ചതുപോലെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പുണ്യ റസൂൽ. എന്താ നിന്റെ കർമ്മം? നിന്റെ തറ പ്രാർത്ഥനയാണ്, ദുആ. എന്താ നിനക്കെന്ന് അവിടെ പണി? ഒരു പണിയെടുക്കണ്ട, ദുആർക്കെന്നെ പൊട്ടി ദുആ ചെയ്യാം. കൂട്ടമായി ദുആ ചെയ്യണമെങ്കിൽ അതിൽ നീ കൂടുക. അതേസമയത്ത് കൂട്ടമായി ദുആക്ക് മാത്രമേ സമ്മതിക്കുള്ളൂ, ഒറ്റക്കുള്ള ദുആക്ക് സമ്മതിക്കാത്ത ഇമാമാണെങ്കിൽ ഓനെ കൈ വിട്ട് അവിടുന്ന് പോരും. ഓൻ ചെയ്യണവും ശരിയല്ല. അവിടെ കൂട്ടം ഒറ്റ എന്ന വാക്കിന് പോലും അർത്ഥമില്ല. എങ്ങനെ പടച്ചോൻ സ്വീകരിക്കും അങ്ങനെ? കൂട്ടമായി ചെയ്യുക, കൂട്ടമായി ചെയ്യണം. ചിലപ്പോൾ കൂട്ടമായി ചെയ്താൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്ത സ്ഥലം ഉണ്ടാവും. അവിടെ ഒറ്റയ്ക്ക് ചെയ്യണം. ദുആ എന്ന് പറഞ്ഞാൽ നീയും നിന്റെ റബ്ബും തമ്മിലുള്ള ബന്ധമാണ്. അത് കൂട്ടമായി ദുആ ആക്കുമ്പോൾ സന്തോഷം. ആ കൂട്ടത്തിൽ നിന്ന് നോക്കണ്ട, നീ കരയണം. അവിടെ ഓലാരും കരയില്ല, ഇത് നോക്കണ്ട. കൂട്ടമായ ദുആക്കും വലിയ വിലയുണ്ട്. പക്ഷെ അത് മാത്രമല്ല വിലയുള്ളത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നീ ഒറ്റക്കും ദുആ ചെയ്യണം. ചില സമയത്ത് മനസ്സ് തുറന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ദുആ ചെയ്യണം. അപ്പോൾ ഒറ്റയ്ക്ക് ദുആ ചെയ്യണം. അന്ന് മഗ്‌രിബ് വരെ അതിൽ ഓരോ സെക്കൻഡ് കഴിയുന്നതനുസരിച്ച് ദുആയുടെ പ്രാധാന്യം കൂടും. മനസ്സിലായില്ല? ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാ? ദി ലാസ്റ്റ് സെക്കൻഡ് ബിഫോർ ദി മഗ്‌രിബ് പ്രയർ. മഗ്‌രിബ് പ്രയറിന്റെ മുമ്പുള്ള ആ ഒരു സെക്കൻഡ്, അതാണ് ഏറ്റവും. അപ്പം അതിൻ്റെ മുമ്പാണ്. മനസ്സിലായില്ലേ? അങ്ങനെ 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 കൂടാണ്. ആ മഗ്‌രിബ് പ്രയർ വരെയുള്ള ഓരോ സെക്കൻഡും ഈ സെക്കൻഡിനേക്കാൾ പ്രധാനത്ത്
അടുത്തതിനേക്കാൾ അടുത്തത്. ഞാൻ ഈ അറഫയിൽ പോകുന്ന ആളുകളോട് പറയും, നേരത്തെ ക്ഷീണുണ്ടെങ്കിൽ നിങ്ങൾ ചെന്നാൽ ഉടനെ നിങ്ങൾ ഉറങ്ങാം. അറഫയ്ക്കുള്ള യാത്ര രാവിലെ കുളിച്ച് യാത്ര ചെയ്യാം. അപ്പം അടുത്താണ്, മിനയെന്നും അത്ര ദൂരമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് രാവിലെയുള്ള ആ ഹറിബറി എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര ക്ഷീണിക്കും. ട്രാഫിക് ജാമ് വണ്ടിയിലിരുന്ന് അങ്ങനെ എന്താണെങ്കിൽ ഭയങ്കര ക്ഷീണിക്കും. നടത്തത്തിന് ക്ഷീണമുണ്ടല്ലോ, സ്വാഭാവികം. മരുഭൂമിയിലെ പൊടി, കാറ്റ്, ഇങ്ങനെ ഭയങ്കര ക്ഷീണം. അപ്പം നമ്മൾ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് നമിറ പള്ളിയിൽ നിസ്കരിച്ച് നേരെ നമ്മൾ അറഫയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പീരീഡിൽ എന്താ വേണ്ടത്? ഉറങ്ങുക. ആദ്യം നീ കഠിനാധ്വാനം ചെയ്താൽ പിന്നുള്ള സമയത്ത് നീ എന്ത് ചെയ്യും? ഉറങ്ങും. ഓറ്റൂല. ഓരോ സെക്കൻഡിനും പ്രാധാന്യം കൂടുക. അള്ളാഹുവിൻ്റെ മലായിക്കത്ത് നിന്റെ പരിസരത്ത് നിന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ദ്വാർക്ക് വെറുതെ ആകല്ലേ. അതേ സമയത്ത് നീ കയറി വരുന്ന സമയത്ത് നീ ക്ഷീണിക്കണമെങ്കിൽ ഈ മലക്കളൊന്നും പറയുന്നുണ്ടാവില്ല. കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഉച്ചക്കാവുമ്പോൾ ടെൻ്റ് ആവശ്യം ഉണ്ടാവും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ടെൻറ്റിൻ്റെ ആവശ്യമില്ല. ടെൻറ്റിൽ ദുആ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ടെൻറ്റിൻ്റെ പുറത്ത് മാനം നോക്കി ദുആ ചെയ്യലാണ്. അല്ലാഹ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്. അതായത് കൈ നീട്ടാൻ എപ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങി വരല്ലേ ഇവിടുന്നാണല്ലോ, മുകളിലല്ലേ. അപ്പോൾ കൈ നീട്ടൽ എപ്പോഴും ഏത് ജീവിയും വെള്ളം കിട്ടിയില്ലെങ്കിൽ ഒരു മൃഗം ഇങ്ങനെ അമറുക. ഒരു മൃഗത്തിന് ഭക്ഷണമോ പുല്ലോ കിട്ടിയിട്ടില്ലെങ്കിൽ ആ മൃഗം കയറിൽ കിടന്ന് ബുദ്ധിമുട്ടിയാൽ ഇങ്ങനെയാ തിന്നുന്നത്, ഇങ്ങനെയാ കരയുന്നത്, ഇങ്ങനെയാ. ഇത് കണ്ടിട്ടില്ലേ? പറ പുല്ല് തിന്നുന്ന ജീവി തിന്നുന്നത് ഇങ്ങനെയിരിക്കും, അതേ സമയത്ത് അത് കരയുന്നത് ഇങ്ങനെയിരിക്കും. കാരണം ഏതൊരു ജീവിക്കും ഒരു അടിസ്ഥാന ബോധമുണ്ട്. ഒരു ജീവിയും നിരീശ്വരവാദിയില്ല. നിരീശ്വരവാദിയായ ഒരു നായ ലോകത്ത് കണ്ടെത്താൻ കഴിയില്ല. നിരീശ്വരവാദിയായ ഒരു പന്നിയെ കണ്ടെത്താൻ കഴിയില്ല. നിരീശ്വരവാദിയായ ഒരു കഴുതയെ കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ നിരീശ്വരവാദിക്ക് പറയാൻ പറ്റാത്ത പേരാണ് കഴുതേൻ. കാരണം കഴുത ആരല്ല? നിരീശ്വരവാദിയല്ല. നിരീശ്വരവാദി മനുഷ്യനാണ്. അവൻ്റെ ദൈവത്തെ നിഷേധിക്കുക. ഈ പ്രപഞ്ചത്തിൽ ഒരു പരമാണു പടക്കാൻ അവന് കഴിയില്ല. ഇതെല്ലാം പരസ്പര ബന്ധിതമായി പടച്ച തമ്പുരാൻ നിർവഹിച്ചതാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത്. അപ്പം അവനിലേക്ക് കരയുക. നമ്മൾ എന്ത് ചെയ്യാനാണ്? നീയാണ് ഉടമക്കാരൻ. നന്നാവണം. ആര് നന്നാക്കണം? അല്ലാഹു. നീ അങ്ങനെ നന്നാവണം. വലില്ലാഹു യുസക്കി മൻ യശാ. അവൻ ഉദ്ദേശിച്ചവരെ അവൻ ശുദ്ധീകരിക്കും. അപ്പം നീ പറയേണ്ടത്, നീ ഉദ്ദേശിച്ച് നന്നാക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നീ എന്നെ ചേർത്ത് തരണം. ബസ് അത്രയും നിനക്ക് പറയാനുള്ളൂ. എന്താ പറയാനുള്ളത്? നിനക്കെന്താ പറയാനുള്ളത്? എന്താണ്? എപ്പോഴെല്ലാം നീ ചെയ്തു എന്ന് നീ അഹങ്കരിച്ചോ അപ്പോഴെല്ലാം നീ അള്ളാഹുവിൽ നിന്നകന്നു. എപ്പോഴെല്ലാം നീ ചെയ്തില്ല എന്ന് തോന്നിയോ അപ്പോഴെല്ലാം നീ നന്നാവും. അങ്ങനെയാണ്. ചിന്തിക്ക്. റമദാൻ 30 നോമ്പ് നോറ്റ ആൾക്ക് ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും അയാൾ. 30 നോറ്റു. ഈ കോൺഫിഡൻസ് ചിലപ്പോൾ നശിപ്പിക്കും. അതാണ് ഖുർആന് എൻ്റെ ഒരു നോമ്പ് പറഞ്ഞ ഉടനെ രോഗവും പറഞ്ഞു, യാത്രയും പറഞ്ഞു. ഇതിലൊക്കെ വേറെ ചില മനഃശാസ്ത്രങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയി റമളാനിൽ. എന്താ നബിക്ക് മാറ്റിച്ചൂടായിരുന്നു റമളാനിലെ യാത്ര? നോമ്പ് ഒഴിവാക്കുകയും ചെയ്തു. അപ്പം റമളാൻ കഴിയുമ്പോൾ നിറവ് വന്നില്ല. ആ നിറവ് നിന്നെ വേട്ടയാടും. അപ്പം നീ അടിമയാവും. അതേ സമയത്ത് 30 നോമ്പ് തറാവി നിസ്കരിച്ച ഒരു ആയത്തായിട്ടുണ്ടെങ്കിൽ നിന്റെ ആത്മാവ് നിന്നെ നശിപ്പിക്കും. ഞങ്ങൾ നോമ്പോറ്റ് 30 നോറ്റ് തെറ്റെന്ന് പറയല്ല.